السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه واجعلنا ممن يستمعون القول ويتبعون أحسنه واجعلنا من عبادك الصالحين. إخوتي في الله، أوصيكم وإياي أولا بتقوى الله. أن اتقوا الله في السر والعلانية. اتقوا الله حيثما كنتم. ഖുർആനിനെ കുറിച്ചാണ്. ഖുർആനും യുക്തിവാദവും എന്നതാണ്. യുക്തിവാദവും ഖുർആനും തമ്മിൽ ചേർന്ന് പോകുന്ന വാക്കുകളല്ല, അങ്ങനെ ചേർക്കേണ്ട സംഗതിയും ഇല്ല. പിന്നെ എന്നെ കുറിച്ച് പറയുന്നതിൽ ഒരു ഏകദേശം കുറച്ച് മാസം മുമ്പ് ഈ ടൗൺ ഹാളിൽ ഞാനും ജബ്ബാർ മാഷും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ലഭ്യമാണ്. സംവാദത്തിൻ്റെ വിഷയം, അന്നുണ്ടാവാനുണ്ടായൊരു സാഹചര്യം ഉണ്ടായത്, ജബ്ബാർ മാഷ് ഒരുപാട് ഖുർആൻ ക്ലാസ് എന്ന പേരിൽ 300 ചില്ലാനും ഖുർആൻ ക്ലാസ്സുകളായി അത് പുസ്തകമാക്കാവുന്ന പദ്ധതി രംഗത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞപ്പോൾ ഞാൻ ഏതോ ഒരു വേദിയിൽ ഒരാൾ ചോദിച്ചു, ഈ ഖുർആൻ ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഡ്രൈവിംഗ് അറിയാത്ത, ട്രാഫിക് നിയമം അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ എന്താകുമെന്ന് ആലോചിച്ചാൽ കിട്ടുന്നതാണ്. ജബ്ബാർ മാഷക്ക് എന്തറിയാമെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം ഒരു അറബി മാഷല്ല. 2 അറബി 40 കൊല്ലം ഇസ്ലാം മത വിമർശന രംഗത്തുണ്ടെങ്കിൽ പോലും അറബി അക്ഷരം ചേർത്ത് വെച്ച് കൂട്ടി വായിക്കാൻ ജബ്ബാർ മാഷ്ക്ക് അറിയില്ല. മലയാളത്തിൽ ആ അക്ഷരങ്ങളെ മലയാളത്തിൽ എഴുതി വെച്ച് വായിച്ച് കുറച്ച് ഇങ്ങനെ ശീലിച്ചു വരികയാണ്. അദ്ദേഹമാണ് അറബിയിലുള്ള ഈ ഖുർആൻ ക്ലാസ് എന്ന പേരിൽ അദ്ദേഹത്തിന് തോന്നിയതൊക്കെ പറയുക, എന്നിട്ട് അതൊരു പുസ്തകമായിട്ട് ഇറങ്ങിയാൽ നാളെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ ഖുർആൻ പരിഭാഷ, ഇങ്ങനെ ആളുകളെ പറ്റി സയ്യിദ് അല്ലെങ്കിൽ ഷെയ്ഖ് പിന്നെ അബ്ദുൽ ജബ്ബാറിന്റെ പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അതൊരു ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഒരു വേദിയിൽ തമാശക്ക് ഞാനങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും മാഷ അത് ഏറ്റെടുക്കുകയും അത് പിന്നെ നിർബന്ധിച്ച് ഞാൻ സംവാദത്തിന് പങ്കെടുക്കണമെന്ന് വാശി പിടിക്കുകയൊക്കെ ചെയ്തു. സംവാദം കഴിഞ്ഞിട്ടും അവർ എന്നെ വീണ്ടും പിന്നെ പലപ്പോഴായിട്ട് യുക്തിവാദി സുഹൃത്തുക്കൾ കാണാൻ വന്നു. അവർ വരുന്നത് ഇന്ന് മലയാളത്തിൽ ലഭ്യമായ, ഇംഗ്ലീഷിൽ ലഭ്യമായ പല പരിഭാഷകളും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അയ്യൂബ് പറയുന്ന ഖുർആൻ അറബിയിലാണ്, ഖുർആനിന്റെ ഭാഷ അറബി അറിയാതെ ഖുർആൻ ആയത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ അറബി അറിയുന്ന പണ്ഡിതന്മാർ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചുകൊണ്ട് എനിക്ക് വിമർശിച്ചൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ആ കൂട്ടത്തിലുള്ള കുറച്ചാൾ. സംവാദം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. മറ്റു കുറച്ച് മുസ്ലിം പേരുള്ള യുക്തിവാദികൾ വന്നു വീട്ടിൽ. ഞങ്ങളിങ്ങനെ ടേബിൾ ടോക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ഖുർആന്റെ ഒരു വാക്ക് പറയാം. ആ വാക്ക് ഈ മലയാള പരിഭാഷകളിൽ ഒറ്റൊന്നിനും ഉണ്ടാവില്ല. ഞാൻ തീർത്തു പറഞ്ഞു. 2, മുഹമ്മദ് പിക്കാർ ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ ആയത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറബി ഭാഷ പോലും പഠിച്ചു. അറബി ഭാഷയുടെ ഉസുലൂബ്, അതിൻ്റെ ശൈലി, അതിൻ്റെ എല്ലാം പഠിച്ചതിന് ശേഷം അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ഖുർആൻ പരിഭാഷ പുറത്തിറക്കി. അതിന് ഒരു 200 പേജോളം വരുന്ന ഒരു മുഖദ്ദിമ, ഒരു ആമുഖം തയ്യാറാക്കുന്നുണ്ട്. അതിന് അദ്ദേഹം വിടുന്ന പേര് മജീദ് എന്നാണ്.
അദ്ദേഹം ആ പരിഭാഷയ്ക്ക് ഇടുന്ന പേര് ഖുർആനിൽ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചൊരു പേരുണ്ട് മജീദ്. മജീദ് എന്ന വാക്കിന്റെ മലയാള പരിഭാഷയിൽ ഇന്നിറങ്ങിയ മുജാഹിദുകൾക്ക് തന്നെ കുറെ 10ഓളം പരിഭാഷകളുണ്ട്, സുന്നികൾക്ക് പരിഭാഷയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്, എല്ലാ സംഘടനകൾക്കും ഖാദിയാനികൾക്ക് പോലും ഖുർആൻ പരിഭാഷയുണ്ട്. ഒരൊറ്റ പരിഭാഷയിലും ഈ മജീദിന് എന്താണോ അറബി ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരർത്ഥം ഒറ്റ പരിഭാഷയിലില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ പരിഭാഷ ആയിക്കോട്ടെ നോക്കാന്ന് പറഞ്ഞ് പരിഭാഷ എടുത്ത് ഞങ്ങൾ രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച ചെയ്യ ഒരു കാര്യം മാത്രം. ബാക്കി സംവാദത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞു പോക്കല്ല, ഇത് അങ്ങോട്ട് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അതല്ലാതെ അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ. നമ്മൾ പണ്ട് ഖുർആൻ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ഖുർആനിന്റെ ഹാമിഷായിട്ട് ഈ വക്കത്ത് കൂടെ ഖുർആൻ അർത്ഥം എഴുതാറുണ്ട്. ആ അർത്ഥത്തിൽ മജീദിന്റെ അർത്ഥം അല്ലാമ സഅദിയുടെ ഖുർആൻ പരിഭാഷയിൽ ഖുർആൻ തഫ്സീറിലുണ്ട്. ഖുർആൻ പരിഭാഷ വേറെയാണ്, തഫ്സീർ വേറെയാണ്. തഫ്സീറിൽ മജീദിന്റെ അർത്ഥം എന്താ കൊടുത്ത് അറിയും. ഞാനന്ന് അവിടെ പറഞ്ഞപടി പറയാൻ നോക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. മജീദ് ഖാഫ് വിശദീകരിക്കേണ്ടതാണ്, ഖുർആൻ എന്താണെന്ന് പറയേണ്ടതാണ്. കാരണം ഖാഫ് മിനൽ മുഖത്തഅത്ത്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഇവിടെ ഖാഫ് എന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഒരുപാട് വലിയൊരു വിഷയമാണ്. കാരണം മിനൽ മുഖത്തഅത്ത്, ഖുർആനിൽ തന്നെ വിഛിന്നമായ അക്ഷരങ്ങളുണ്ട്, അവിഛിന്നമായ അക്ഷരങ്ങളുണ്ട്. ഏതായാലും മിനൽ മുഖത്തഅത്തിൽപ്പെട്ടതാണ് ഖാഫ്. വൽ ഖുർആൻ, വാവുൽ ഖസം, ഖുർആൻ. മജീദിനെ കുറിച്ച് പറയട്ടെ, കാരണം നമ്മളെ സമയം വളരെ പരിമിതമാണ്. അല്ലാമ സഅദി പറയുന്നത്, ഞാൻ എൻ്റെ വക പറയട്ടോ, അല്ലാമ സഅദിയുടെ എന്നെ ഏറ്റവും ഖുർആൻ തഫ്സീറുകളിൽ തൈസീറുൽ മുയസ്സിർ, തൈസീർ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഖുർആൻ ഒരുപാട് ബസീത്തുണ്ട്, വലിയ 38-40 വാള്യങ്ങളുള്ള ഖുർആൻ തഫ്സീറുണ്ട്, വളരെ ലളിതമായ തഫ്സീറുണ്ട്. അതിൽ ഏറ്റവും ലളിതമാണ് സഅദിയുടെ തൈസീറുൽ മുയസ്സിർ എന്ന് പറയുന്ന ഒറ്റ വാള്യത്തിലുള്ള തഫ്സീർ. പണ്ട് ഖുർആന്റെ സൈഡിലൊക്കെ എഴുതി കൊണ്ട് വന്നിരുന്നത്. അതിൽ പറയുന്നത് മജീദ് എന്ന് പറഞ്ഞാൽ ഐ വസീഇൽ മആനി അളീമിഹ കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്തി ജസീലിൽ മബറാത്ത്. ഈ 5 വാക്കുകൾ ചേർന്നതാണ് മജീദിന്റെ അർത്ഥം. വസീഅ, വസഅ, വസീഇൽ മആനി അളീമിഹ. ഖുർആൻ എന്താ ഉള്ളത്? കുറെ ആശയങ്ങളാണ്. ആ ആശയങ്ങളുടെ വസീഅ വിപുലവും വിശാലവുമാണ്, അളീമിഹ വലുതും മഹത്തരവുമാണ്. ഇത് ഒരർത്ഥം. അടുത്ത് കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്ത്. കസീരിൽ വുജൂഹ്, ഖുർആനിക ആശയങ്ങൾ ബഹുമുഖമാണ്. കസീരിൽ ബറകാത്ത്, ധാരാളം ബർക്കത്തുള്ള സംഗതിയാണ് ഖുർആനിക ആശയങ്ങൾ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും പറയുന്ന സാധനമാണ് ബർക്കത്ത്. എന്താ ബർക്കത്ത്? ബർക്കത്ത് എന്നൊരു വാക്കുമാണ് ഞാൻ പറയാം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൈർ അൽ കസീർ അൽ അമീം അല്ലതി ലാ യൻഖതിഅ. ഖൈർ നന്മയാണ്. എങ്ങനത്തെ നന്മ? എല്ലാവർക്കും കിട്ടുന്നതും സുലഭമായിട്ടുള്ളതും അല്ലതി ലാ യൻഖതിഅ, ഒരിക്കലും മുറിഞ്ഞു പോവാത്ത നന്മക്കാണ് ബറകാത്ത് എന്ന് പറയാം. അതിന്റെ ഖുർആനിക ആശയങ്ങൾ ബർക്കത്തുള്ളതാണ്. ജസീൽ, ജസീലിൽ മബറത്ത്, ബിർറ്, മബറത്ത് നമുക്കറിയാം, മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യണമെന്ന്. ധാരാളം ബർക്കത്ത് എന്നല്ല, ജസീൽ, സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. ഖുർആനിലുള്ള ഈ പുണ്യങ്ങളുടെ സമ്പുഷ്ടമാണ് ഖുർആനിക ആശയങ്ങൾ. ഈ 5 ആശയങ്ങളും സമഞ്ജസമായി ഒരുമിച്ച് കൂടുന്നതിനാണ് മജീദ് എന്ന് പറയുക. ഇത് അറബി പഠിച്ച ഒരാൾക്ക് എല്ലാതും മനസ്സിലാവില്ല. മജീദ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയാ? ഐ ഷരീഫ്, ജലാലൈനി പോലും കൊടുത്തതാണ്, ഉയർച്ചയുള്ളത് എന്നാണ്.
ഖബറുൻ മുഷറഫ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഖബർ എന്നാണ്. ഖുർആനിക ആശയങ്ങൾ, ഈ ഖുർആനിക ആശയങ്ങൾ ഇനി ഒന്നുകൂടി പറയാം. വസീഅ് എന്ന് പറഞ്ഞ മസീഇൽ മആനി അളീമിഹ, ഖുർആനിക ആശയങ്ങൾ വിപുലവും വിശാലവുമാണെന്ന് പറയുമ്പോഴേ ലോകത്ത് ഒരുപാട് കോടതികളുണ്ട്, നമുക്കറിയാം. ഒരുപാട് ഭരണഘടനകളുണ്ട്. ലോകത്ത് ആദ്യമുണ്ടായ ഭരണഘടന ഏതാണ്? നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഏതായാലും യൂറോപ്പിൽ ഭരണഘടന ഉണ്ടാക്കാൻ കോടതി വ്യവഹാരങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാർ എങ്ങനെയാണ് നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതെന്നും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന പഠിച്ചിട്ടാണ് അവർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓറിയന്റലിസ്റ്റുകളായ പണ്ഡിതന്മാരാ പറയുന്നത്. കാരണം ഖുർആനില് മആനി ആശയങ്ങൾ എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മളൊരു വാക്കിന് കലമുൻ, ആ വാക്കിനൊരു അർത്ഥമുണ്ട്. മഫ്ഹൂം മുവാഫഖ എന്നതിന് പറയാം. ലിറ്ററൽ മീനിങ് ഉണ്ടാവും. ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ആ വാക്കിന്റെ അർത്ഥം വരും. ഏതൊരു കാര്യം, ഹജർ കല്ല്, അത് അതിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ ആ വാക്ക് പറയുമ്പോൾ തന്നെ നേരെ കിട്ടുന്ന മഫ്ഹൂം മുവാഫഖ, ലിറ്ററൽ മീനിങ്, വാക്ക് ഇങ്ങനെ നേരെ വരുന്ന ഒരു അർത്ഥമുണ്ട്. അത് എല്ലാ ഭാഷയിലും ഉണ്ട്. എന്നാൽ ഖുർആനിൽ മഫ്ഹൂം മുഖാലഫ എന്ന് പറയുന്ന സാധനമുണ്ട്. റിവൈസ് മീനിങ് ഉണ്ട്. അതായത് നമ്മൾ അവിടെ ഒരു ഡോർ മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റു ഡോറുകളൊക്കെ അടഞ്ഞു കിടക്കാന്നാണ്. വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റേ കത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വേറെ ലൈറ്റ് ഒന്നും കത്തുന്നില്ല എന്നാണ്. ഒന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മറ്റൊന്ന് വരും, വേറൊന്ന് ധ്വനി വരും. അതിന് മഫ്ഹൂം മുഖാലഫ വരും. കോടതി നമ്മൾ ചെന്നു, കോടതി ചെന്നിട്ട് വക്കീൽ, എതിർ വക്കീൽ നമ്മളോട് നിങ്ങൾ ഇന്ന കാര്യം പറഞ്ഞത് യൂട്യൂബിൽ തെളിവുണ്ടല്ലോ, ഇന്നത് പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന വോയിസ് അയച്ചിട്ട് തെളിവുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞ തെളിവാണ്. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കിട്ടൂലേ എന്ന് വക്കീൽ ചോദിച്ചാൽ അത് നിങ്ങൾ ഊഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതിനെ ഞാൻ ഉത്തരവാദിയുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ പിന്നാമ്പുറം അങ്ങനെയാകൂലേ നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. മഫ്ഹൂം മുഖാലഫ നമ്മുടെ കോടതിയിൽ തെളിവല്ല. എന്നാൽ ഖുർആനിൽ തെളിവാണ്. മഫ്ഹൂം മുവാഫഖ എത്രത്തോളം പ്രാധാന്യമാണോ അതിൻ്റെ നേർ റിവൈസ് മീനിങ്ങും പോലും മുഖാലഫ പോലും തെളിവാണ്. നോക്കൂ, അതിൻ്റെ ആശയം നോക്കൂ. വസീഇൽ മആൻ, ഖുർആനിക ആശയങ്ങൾ ഇത്രയും മാത്രമല്ല, ഖുർആനിലൊരു വചനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഖബർ ഉണ്ടാകും, ഇൻഷാ ഉണ്ടാവും, ഒരു കാര്യം പറഞ്ഞാൽ അംർ ഉണ്ടാവും. ഇങ്ങനെ അതൊരു എന്നാൽ തന്നെ ഖുർആനിലെ ചില വാക്കുകൾ കുറച്ചുകൂടി അറബി സാഹിത്യത്തിലേക്ക് പോയാൽ ഇൽത്തിസാമിയായ മായനുണ്ട്, മുതാബക്കയായ മായനുണ്ട്, തളമ്മുനിയായ മായനുണ്ട് എന്ന് പറയാറുണ്ട്. ഞാൻ അങ്ങോട്ടൊക്കെ പോയ സമയം പോയി. ഒന്ന് ഉദാഹരണം പറയാം. അള്ളാഹു ഖാലിഖാണ് എന്ന് പറഞ്ഞാൽ, ഖാലിഖ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ തളമ്മുനിയായ മാന, ഒരാൾ സൃഷ്ടിക്കണമെങ്കിൽ അയാൾക്ക് അറിവുണ്ടാവണം, അതിന് കഴിവുണ്ടാവണം. അത് ആ വാക്കിലൊന്നുമില്ല, അതതിന് തളമ്മുനാണ്. അങ്ങനെ തളമ്മുനിയായ മാന, ഇൽത്തിസാമിയായ മാന, മുതാബക്കയായ മാന, ഇങ്ങനെയൊക്കെ കുറേ ആശയങ്ങൾ എന്ന് പറയുന്നത് വലിയ വസീഇൽ മആനി അളീമിഹ, ഖുർആനിക ആശയങ്ങൾ വിപുലവും വിശാലവുമാണ്. അത് മഹത്തരവും വലുതുമാണ്. കസീറിൽ വുജൂദ്, ഖുർആനിലുള്ളത് എന്താണ്? ബഹുമുഖമാണ്. നിങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് ഖുർആനിൽ കിട്ടും, കുടുംബ സംവിധാനത്തെക്കുറിച്ച് ഖുർആനിൽ കിട്ടും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കുറിച്ച് സ്പർശിക്കുന്ന നിയമ സംവിധാനങ്ങൾ സംക്ഷിപ്തമായി ഖുർആനിൽ കിട്ടും. അതെവിടെ? അത് ഖുർആന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓരോന്നിലും ഉള്ളറകളുണ്ട് ഖുർആന്. അതിനാ ഖുർആനിന്റെ ഒരു വചനത്തിന്, ഉദാഹരണം ഒരു ഒറ്റൊരു അറബി വാക്കുകൾ എടുത്തു നോക്കൂ. അദബുൻ എന്ന് പറഞ്ഞാൽ മര്യാദ എന്നാണ്. അദബുൻ നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ്. ആ അദബുൻ എന്നുള്ള 3 അക്ഷരമുള്ളത്. ആ ബ ദ് ദ എന്ന് പറഞ്ഞ അക്ഷരം. ആ എന്ന് പറഞ്ഞാൽ അബദൻ എന്നാണ്. മര്യാദ ഉണ്ടാകേണ്ടത് എല്ലാ കാലത്തുമാണ്. തുടക്കത്തിൽ വേണം, അന്ത്യത്തിലും വേണം. ജീവിതത്തിന്റെ സകല മേഖലകളിലും മര്യാദ ഉണ്ടാവണം, അച്ചടക്കം വേണം. അതെവിടെയുള്ളത്? ഓരോരോ വാക്കിൽ, ഖുർആനിൽ വരുന്ന ഓരോരോ അക്ഷരങ്ങളിലും ഓരോരോ ആശയ പ്രപഞ്ചമുണ്ട്. അതിങ്ങനെ ഇഖ്റ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആദ്യം നബിക്കിറങ്ങിയ വാക്കിൻ്റെത് ഈ ഖറ എന്ന് പറഞ്ഞതിന് മുഞ്ചി ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്.
മുസ്ലിം പണ്ഡിതൻ ഉണ്ടാക്കുന്നില്ല. അതിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? ഖറഅ എന്ന് പറഞ്ഞ ഹറഫ വജമഅ വളമ്മ എന്നാണ്. അക്ഷരങ്ങൾ ചേർത്ത് വെച്ച്, പദങ്ങൾ കൂട്ടിവെച്ച് ആശയങ്ങൾ രൂപീകരിക്കുക എന്നാണ്. അങ്ങനെ വലിയൊരാശയ പ്രപഞ്ചമാണ് ഖുർആനിൻ്റെത്. കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്തി ജസീലിൽ മബറാത്ത്. ഖുർആന്റെ പുണ്യം പിന്നെ വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഖുർആൻ എത്രത്തോളം പുണ്യമുണ്ടെന്നുള്ളത്, ഖുർആൻ എത്രയാളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അങ്ങോട്ട് നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം മജീദ് എന്നൊരു വാക്കിൻ്റെ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും അറബി പഠിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഖുർആൻ നിലനിർത്തും എന്ന് അല്ലാഹ് പറയുമ്പോൾ ഖുർആനിന്റെ ഭാഷ അറബി ഭാഷയെ കൂടി നിലനിർത്തും എന്നാണ് അതിന്റെ അർത്ഥം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർമാർക്ക് കത്തയക്കുമ്പോൾ ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ച് മുഹമ്മദ് നബി വഫാത്തായി 100 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം എത്തിയിരുന്നു. ആ എത്തിയ പ്രദേശങ്ങളിലൊക്കെ പ്രാദേശിക ഭാഷകൾ പഠിക്കുന്ന കൂട്ടത്തിൽ അറബി ഭാഷ അവരെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഖുർആൻ, ഖുർആനെ നിങ്ങൾ അറബിയിൽ പഠിച്ചെടുക്കണം. തഫഖഹു അൽ അറബിയ്യ, അറബി പഠിക്കണം. തഫഖഹു അദ്ദീന, ദീന് പഠിക്കണം. പോരാ വഅഗ്രിബു അൽ ഖുർആൻ, ഖുർആനിനെ ഖുർആനിന്റെ ഭാഷയിൽ പഠിക്കാൻ ശ്രമിക്കണം. അതെന്താ? കാരണം മറ്റു ഭാഷകൾക്ക് വഴങ്ങുന്നതല്ല, ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല ഖുർആനിക ആശയങ്ങൾ. അത് മുഹമ്മദ് പിട്ടാൾ തന്റെ ഖുർആൻ പരിഭാഷയിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഖുർആനിക ആശയങ്ങൾ ഉൾക്കൊള്ളാൻ അറബി ഭാഷക്ക് പോലും സാധ്യമല്ല. ഖുർആൻ അറബിയിലാണ്. ഖുർആനിന്റെ തഫ്സീർ എത്ര വാള്യുണ്ട്? ഇപ്പൊ ഇബ്നു കസീർ എത്ര വാള്യുണ്ട്? ഖുർത്തുബി എത്ര വാള്യുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര പോകുന്ന ഖുർആനിന് വെട്ടുകല്ല് പോലുള്ള 32 വാള്യങ്ങളും 40 വാള്യങ്ങളുള്ള തഫ്സീർ ഉണ്ടായത് എന്തുകൊണ്ടാ? അറബി ഭാഷയിൽ തന്നെ മുതറാദിഫ് ഖലീൽ, മുതറാദിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജലസ എന്ന് പറഞ്ഞാലും 200 എന്നാണ്, ഖഅദ എന്ന് പറഞ്ഞാലും 200 എന്നാണ്. പക്ഷെ രണ്ടും ഒരേ 200 എന്ന് പറയാൻ മലയാളത്തിലാണ് 200. അറബിയിൽ നിൽക്കുന്ന ഒരാളോടാണ് ഇജ്ലിസ്, ഇരിക്കുന്നു പറയാം. കടക്കുന്ന ഒരാളോട് എന്നാ പറയാ. മുതറാദിഫ് ഖുർആൻ ഇല്ലേ ഇല്ല. നസ്ർ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അവൻ ഉപയോഗിച്ച് കൊടുത്ത് അവിടെ നസ്ർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇദാ ജാഅ നസ്റുല്ലാഹ്, അവിടെ നസ്റാണ് ഉപയോഗിച്ചത്, അവിടെ അവൻ ഉപയോഗിക്കാൻ കഴിയില്ല. സഹായം എന്നതിന് അറബിയിൽ ഓരോരോ തരത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അറബിയിൽ ഇതിലൊക്കെ 50ാമത്തെ ഇത് കേട്ടു. നമുക്ക് ആ ഖുർആൻ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളൊക്കെ. അറബി ഭാഷയിൽ പുള്ളി മാറിയാൽ അർത്ഥം മാറും. ഇപ്പോൾ നമ്മൾ പറയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാനെ മണ്ണിട്ട് മൂടുന്ന അർത്ഥം. എന്തേ കുഴപ്പം? അഫറ എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് മൂടി എന്നാണ്. അവിടെ വൈനാക്കിയിട്ട് ഗഫറ എന്ന് പറഞ്ഞാലോ മാപ്പരുടി എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ് പടച്ചോനെ പുറത്തു കൊണ്ടാന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പടച്ചോനെ മണ്ണിട്ട് മൂടുന്നാണ്. ഒരു പുള്ളി. ഹലക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. ഹലക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. ഹലക ആ പുള്ളി അങ്ങോട്ട് മാറ്റിയിട്ട് ഹലക എന്ന് പറഞ്ഞാലോ ബസാമണി ചെയ്തു എന്നാണ്. പുള്ളി മാറിയാൽ അകാര ഇകാര ഉകാരം മാറിയാൽ ബർറ് ബിർറ് ബുർറ്, അകാര ഇകാര ഉകാരം മാറിയാൽ അക്ഷരം മാറിയാൽ എല്ലാം അർത്ഥം മാറും. അത്രയും അതുകൊണ്ടാണ് ഖുർആൻ അറബിയ്യിൻ മുബീൻ, മുബീനായ അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ആ ഖുർആൻ അറബി ഭാഷ പഠിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഏതായാലാവട്ടെ, അല്ലാമ സഅദി മജിദ് വിശദീകരിക്കുകയാണ്. നമ്മൾ സമയത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വൽ മജിദു എന്താണ്? ഇപ്പൊ മജീദ് എന്ന് ഞാൻ പറഞ്ഞു. മജിദ് എന്ന് പറഞ്ഞാൽ സിഅത്തുൽ ഔസ്വാഫി വഅളമതുഹാ, വസ്ഫ്. നമുക്കറിയാം ഒരു വസ്തുവിന്റെ കണ്ടന്റ്, അതിന്റെ നമ്മുടെ ഒരു വസ്തു എന്തുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടത് അതിന്റെ ആധാരം, അതിന്റെ ഏതാണോ കൃത്യം, അത് വളരെ വിശാലവും വിപുലവുമാണ്. ഈ ഖുർആനിക ആശയങ്ങൾ സമൂഹത്തോട് പറയാൻ ഏത് വാക്കുപയോഗിക്കണം?
അതിന് യോജിച്ച വാക്കാണ് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്. ഒരാശയമുണ്ട്, ശരി തന്നെ. ആ ആശയം സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ, അവതരിപ്പിക്കുവാൻ അതിന് അനുയോജ്യമായ വാക്ക് നമ്മൾ പ്രത്യേകം വേറെ ഉണ്ടാക്കേണ്ടതില്ല. അതിന് യോജിച്ച വാക്കാണ് അള്ളാഹു കൊണ്ടുവന്നത്. ഉദാഹരണം നോക്കൂ. 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ മദ്യത്തിലായി ജീവിച്ച്, മദ്യം അവരുടെ ജീവിതത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വസ്തുവായിരുന്നു മദ്യം. ഖുർആൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ, നിർത്താനായില്ലേ എന്നൊരൊറ്റ ചോദ്യം. ഈ ചോദ്യം വന്നത് മുതൽ മില്യൺ കണക്കിന് എന്നല്ല, എത്രയോ മുസ്ലിങ്ങൾ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഖുർആൻ അത് ഹറാം എന്ന വാക്ക് പോലും ഉപയോഗിച്ചില്ല. ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് മതിയാക്കിക്കൂടെ, നിങ്ങൾക്ക് നിർത്തിക്കൂടെ, എന്തിനത് എന്ന് വരുന്ന ഒരാശയം ചോദിച്ചൊക്കെ. അവരാരായിരുന്നു? വൈൻ സകൈതിക റാമന്നാസി ഫസ്കീന എന്ന് പാടിയവരാണ്. കാമുകിയോട് പറയാണ്, ഞാൻ അങ്ങ് ഞാൻ മരിച്ചാൽ മുന്തിരിവള്ളിന്റെ ചോട്ടിൽ എന്നെ മറവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ കടന്നിട്ട് ഉറക്ക് വരില്ല, എനിക്ക് ശരിയാവില്ല. എന്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തലക്കുംഭാഗത്ത് വായിലേക്ക് മുന്തിരി നേര് ഇറങ്ങും വിധത്തിൽ എന്നെ മറവ് ചെയ്യണം. ഇങ്ങനെ എഴുതിയവരും അങ്ങനെ ജീവിച്ചവരുമാണ്. അവരോട് ഈ ആയത്ത് വന്നപ്പോൾ മദ്യത്തിന്റെ പുഴ തെരുവിലൂടെ ഒഴുകി എന്നാ പറയുന്നത്. അതൊരു ആലങ്കാരികമാണെങ്കിൽ പോലും ഒറ്റ വാക്ക് നോക്കൂ, എന്റെ ഇടയ്ക്ക് വെച്ച പോണ്ടോ. ഖുർആനിന്റെ ഈ ആശയങ്ങൾ സമൂഹത്തോട് പറയാനുള്ള ഏറ്റവും യോജിച്ച വാക്കുകൾ ഖുർആൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെതാണ്. الذي قد احتوى على العلوم الاولين والاخرين. ഖുർആനിലുള്ള ആശയങ്ങൾ പൂർവികരുടെ, വർത്തമാനക്കാരുടെ എല്ലാം ഖദ് ഇഹ്തവ, അത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഖുർആനിൽ എല്ലാം നമുക്കത് പക്ഷെ അത്രത്തോളം ആയത്തിൽ ഇറങ്ങിയാൽ എല്ലാം കിട്ടും. ഖുർആൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഞാൻ ഭൗതികവാദിയായിരുന്ന സമയത്ത് ഇസ്ലാമിലെ അനന്തര സ്വത്ത് വലിയ വിമർശന വിധേയമാക്കിയ ഒരാളാണ്. ഖുർആനിൽ 3 വചനം, ആ 3 വചനത്തിൽ 7-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് അവരുടെ അനന്തര സ്വത്ത് വിതരണം ചെയ്യാൻ എന്തെല്ലാം തരം സ്വത്തുണ്ട്. ചില സ്ഥലത്ത് സ്വർണമായിരിക്കാം, ചില സ്ഥലത്ത് ഭൂമിയായിരിക്കാം. എന്തെല്ലാം സ്വത്തുണ്ടോ എല്ലാ സ്വത്തും വിഭജിക്കാനും, എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളുടെ ബാപ്പ 4 പെണ്ണെട്ടി 1 പെണ്ണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടോ, ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ഖുർആനിൽ 3 വചനം. നമ്മളെ വീടിന്റെ പ്ലാന് വരയ്ക്കാൻ നമ്മളെ എഞ്ചിനീയറെ ഏൽപ്പിച്ചു നോക്കൂ, ഒരു 200 പേജുള്ള നോട്ട്ബുക്കിലെങ്കിലും കൊള്ളുന്ന കാര്യം ഇതുള്ളൂ. വീടിന്റെ ചെറിയ നമ്മളെ സ്വന്തം വീടിന്റെ ഒരു പ്ലാന് വരച്ച് അതിൽ എന്തെല്ലാം ചെലവ് വരും, എന്തെല്ലാം ഇതൊക്കെ കൂട്ടി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് അയാൾ 200 പേജുള്ള ബുക്ക് എഴുതി കൊണ്ടുവന്നിട്ടുള്ളത്. ലോകത്തുള്ള മനുഷ്യരുടെ സ്വത്ത് ഒഴിവെക്കാൻ 3 വചനം എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തിനേറെ, 7-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ശരീരമുള്ള സ്ത്രീകളെ വീട്ടടിമയായി ഒരു വസ്തുവായി കണ്ടിരുന്ന കാലത്ത്, അന്ന് വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്വത്ത് ഓരിക്കുന്ന കൂട്ടത്തിൽ വാപ്പാന്റെ പെമ്മക്കളെയും ഭാര്യയെയും സ്വത്താണ്. അത് സ്വർണം പോലെ, വെള്ളി പോലെ, ഭൂമി പോലുള്ള ചരക്കാണ്. ചരക്ക് കൈമാറ്റം, ഇന്നും ചരക്കുന്ന പ്രയോഗം. ആ ചരക്ക് പോലെ കൈമാറിയിരുന്ന സമൂഹത്തോട് പ്രവാചകൻ ഒരൊറ്റ വാക്കാ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾ നിങ്ങളിൽ നിന്നുള്ളവരാണ്. നമ്മളെപ്പോലെ ശരീരവും മജ്ജവും മാംസവുമുള്ള വികാരമുള്ള എല്ലാമുള്ള മനുഷ്യരാണവർ. മനുഷ്യരോടുള്ള പരിഗണന അവർ കൽപ്പിക്കേണ്ടതുണ്ട്. അവരിനി മുതൽ സ്വത്തല്ല, അവർക്ക് സ്വത്ത് നൽകേണ്ടതാണ്. അതിന്റെ മുമ്പ്, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് സ്ത്രീകൾക്ക്
സ്വത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബിനെ പ്രവാചകനാണെന്ന് കൂട്ടണ്ട, ഒരു സമൂഹത്തിലെ സമുദ്ധാരകൻ, ഒരു പുരോഗമനം എന്തെങ്കിലും പറഞ്ഞൂടെ? ഇതിന്ന് യൂറോപ്പിൽ തിരിച്ചറിയുന്നു. എന്ന് മുതലാണ് ഇന്നും എന്നായി സ്ത്രീകൾക്ക് വോട്ടവകാശം അമേരിക്കയിലുണ്ടായത്? യൂറോപ്യൻ രാജ്യത്ത് എന്നാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായത്? വളരെ സമീപകാലങ്ങളിലാണ്. ഇന്നും വേണ്ടത്ര സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇസ്ലാം അന്നേ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ അല്ലാമ സാജി പറഞ്ഞും കൂടി പറഞ്ഞു നിർത്താൻ. الذي حوى من الفصاحة أكملها ومن الألفاظ أجزلها ومن المعاني أعمها وأحسنها وهذا موجب لكمال اتباعه وسرعة الانقياد له وشكر الله على المنة به. മജീദിന്റെ അർത്ഥാട്ടോ വിശദീകരിക്കുന്നത്. നമ്മളിങ്ങനെ മജീദ് ഖുർആൻ പരിഭാഷ റമദാനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് അറബി ഭാഷയിലൂടെ ഖുർആൻ പഠിച്ചാൽ ഒരുപാട് ആയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അതൊന്നും ഞാൻ അങ്ങോട്ടൊന്നും നീട്ടുന്നില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്നാൽ ഖുർആനിൽ മജീദ്, മജീദ് ഞാൻ പറഞ്ഞു, കുറച്ച് പറഞ്ഞു, ബാക്കി അല്ലാമ സഅദിയുടെ തഫ്സീറിലുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ അതിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. ഖുർആൻ എന്നാൽ എന്ത് എന്നത് ഖുർആൻ തന്നെ സാധാരണ ഒരു സ്റ്റേഷനിൽ എപ്പം റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വാർത്ത വായിക്കുന്ന ആള് ഇത് ഇന്നാലിൻ്റെ സ്റ്റേഷനാണ്, വാർത്ത വായിക്കുന്നത് ഇന്ന ആളാണെന്ന് പറയും പോലെ ഖുർആൻ എപ്പോഴും ഖുർആൻ ആദ്യം പരിചയപ്പെടും. എല്ലാ ദേവാലയങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇങ്ങനെ എവിടെ എടുത്താലും ഖുർആനെ പരിചയപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഖുർആൻ എന്നാൽ എന്ത് എന്നത് ഈ തഫ്സീറുകളിൽ നമുക്ക് എടുത്തിട്ട് ഒരു പണ്ഡിതൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. കിതാബുല്ലാഹ്, ഖുർആൻ തന്നെ കിതാബ് എന്ന് പറഞ്ഞാൽ അത് മക്തൂബ് എന്നാണ്. ഞാൻ അങ്ങോട്ട് അർത്ഥം പറയുന്നില്ല. കിതാബുല്ലാഹ് ഫീഹി നബഉ മൻ ഖബ്ലകും വഖബറു മാ ബഅദകും. ഖുർആനിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വൃത്താന്തങ്ങളുമുണ്ട്. വഹുക്മു മാ ബൈനകും, എല്ലാ ഹുക്മും ഹിക്മത്തും അടങ്ങിയതാണ് ഖുർആൻ. ഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ. ഖുർആനിൽ ഇങ്ങനെ നമ്മൾ സാധാരണ തമാശ കാണുമ്പോഴുള്ള തമാശകളല്ല, ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത്. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്. ധിക്കാരം കൊണ്ട് ഒരാൾ ഖുർആനിനെ അഗണ്യമായി മാറ്റി നിർത്തിയാൽ ഖസമഹുല്ലാഹ്, അല്ലാഹു അവന്റെ മുതുകൊടിച്ചു കളഞ്ഞേക്കും. എന്ത് ഖുർആൻ എന്ന് ചോദിച്ചിട്ട് ഖുർആൻ പഠിക്കാതെ, അറബി അക്ഷരം പോലും പഠിക്കാതെ, ഖുർആൻ പഠിക്കാതെ ഖുർആനെ ധിക്കാരത്തിൽ പെരുമാറിയ ജബ്ബാരിൻ, ഒരു ധിക്കാരി അങ്ങനെ പെരുമാറിയാൽ ഖസമഹുല്ലാഹ്, അവന്റെ മുതുക ഒടിച്ചു കളയും. ഖുർആൻ അല്ലാത്തതിൽ നിന്ന് ഒരാൾ ഹിദായത്ത് തേടിയാൽ, ഖുർആനിൽ നിന്നാണ് ഹിദായത്ത് തേടേണ്ടത്. ഖുർആൻ അല്ലാത്തതിൽ നിന്ന് ഒരാൾ ഹിദായത്ത് തേടിയാൽ അളല്ലഹുല്ലാഹ്, അവൻ വഴി പിഴച്ചതു തന്നെ. ഇത് അള്ളാഹുവിന്റെ പക്ഷമാണ്. ഈ ഖുർആൻ ദിക്റാണ്, ഉത്ബോധനമാണ്. ഹക്കീം, ഹുക്കുമും ഹിക്മത്തും ഇഹ്കാമും ഉള്ളതാണ്. വസ്സിറാത്തുൽ മുസ്തഖീം, ഇത് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ നേരെയായ വഴിയിലൂടെ നടത്തുന്ന സംഗതിയാണ്. വലാ തൽബിസു ബിഹിൽ അൽസിന. ഖുർആൻ ഒരാൾ ഇങ്ങനെ സംസാരിച്ചാൽ അവന്റെ നാക്കിന് പിഴ സംഭവിക്കില്ല. ഖുർആൻ കൊണ്ട് സംസാരിച്ചാൽ വലാ തൽബിസു ബിഹി അൽസിന, അവന്റെ നാക്കിന് പിഴവ് സംഭവിക്കില്ല. വലാ യഖ്ലഖു അൻ കസറത്തിർ റദ്. ഒരാൾ ആവർത്തിച്ച് ഖുർആൻ പഠിച്ചതുകൊണ്ട് അതിന്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല. ഫാത്തിഹ സൂറത്ത് ഒരാൾ എത്ര കാലം പഠിക്കുന്തോറും അതിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. അതിലിപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് അറിയും? എനിക്കും അറിയും. നമ്മളൊന്നും പറഞ്ഞു നോക്കിയപ്പോൾ സമയം തെറ്റിപ്പോവും. ബിസ്മി, ബീന്റെ അർത്ഥം എന്താ? ബി എന്ന് പറഞ്ഞാൽ ഇസ്തിആന,
അവി തബറുക്, ബീയുടെ അർത്ഥാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ഇസ്മ, അസ്മാ, അസാമി. ഇസ്മ എന്ന് പറഞ്ഞാൽ പേരെന്ന് പറഞ്ഞ സുമുവിൽ നിന്നുണ്ടായതാണ്. അല്ല, ഇങ്ങനെ പല അർത്ഥമുണ്ട്. ഉലൂവ് എന്താ സിമുവ്, അടയാളം. ഇങ്ങനെ ഒരാൾക്ക് പേരുണ്ടാവും. അപ്പൊ അയ്യൂബ് എന്ന് പറഞ്ഞ പേര് കുറെ ആളുണ്ടായ കത്തയച്ചാൽ എങ്ങനെ എനിക്ക് തന്നെ കിട്ടണം? ഇങ്ങനെ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ടെ ഇസ്മുല്ല, ഞാൻ ചുരുക്കി പറഞ്ഞു നോക്കുകയാണ്. ഇസ്മിനെ അള്ളാഹുലേക്ക് ഇങ്ങനെ ചേർത്ത് പറഞ്ഞാൽ, ഇലാഫത്ത് ചെയ്താൽ മുഫ്രദ് മുദാഫ് യഉമ്മു, അറബി ഒരു കായികയാണ്. അതായത് ഇസ്മ എന്നുള്ളത് ഒരു കലമു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പേന എന്ന് പറഞ്ഞു. കലം എന്ന പേന, അൽ കലമല്ല, കലമു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പേന എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് 15 പേന ഉണ്ട് നോക്കുക, എല്ലാ പേനയും ഉൾപ്പെടും. ഇബ്നു ഇബ്നു മുഹമ്മദിൻ, മുഹമ്മദിന്റെ മകൻ എവിടെ ഉള്ളൂ? മുഹമ്മദ് 15 ആമക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളും പെടും. അതെവിടുന്ന് കിട്ടി? മുഫ്രദ് മുളാഫ് യഉമ്മു. അപ്പൊ അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? അള്ളാഹുവിന്റെ പേരിന്റെ എണ്ണം നമുക്കറിയില്ല. അള്ളാഹുവിന്റെ പേരിന്റെ എണ്ണം നമുക്കറിയില്ല. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന വജ്ഹത്തിൽ ദുആഉൽ ഇഫ്തിതാഹിൽ പറയുന്നത് എന്താണ്? സമ്മൈത ബിഹി നഫ്സക്, നിനക്ക് നീ വെച്ച പേര്. ഔ ഇസ്തഅ്സർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നീ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത പേരുണ്ട്. നീ മലക്കുകൾക്ക് മാത്രം പഠിപ്പിച്ച പേരുണ്ട്. മുൻ വേദങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പേരുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പേര് മുൻ വേദക്കാർ, ഇപ്പോ ഈൽ എന്ന അള്ളാഹുവിന്റെ ഒരു പേരാണ്, നമുക്ക് ആ പേരില്ല. ഇസ്മായിൽ, ഈലെ കേൾക്കണേ, ഈലെ കേൾക്കണേ, അള്ളാഹുവെ കേൾക്കണേ എന്നാണ്. മുസ്മിഅ എന്നാണ് ഇസ്മായിലിന്റെ അർത്ഥം. ഇസ്രാഫീൽ കണ്ടില്ലേ, ആ പേര് അന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹ്ക്ക് അള്ള വെച്ച പേര്, ഇങ്ങനെ എല്ലാ പേരും. അപ്പൊ ഈ 99 എന്നുള്ള പേരോ, ആ പേര് അള്ളാഹ്ക്ക് 99 പേരുണ്ട്, അല്ലെങ്കിൽ 100 പേരുണ്ട്. ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ എന്ന് പറഞ്ഞാൽ 199 പേരുണ്ട്. ഫമൻ അഹ്സ്വാഹാ ദഖലൽ ജന്ന, അത് ഒരാൾ ഇഹ്സാ ചെയ്താൽ സ്വർഗ്ഗത്തിന്റെ ഇഹ്സാൻ, ആ വാക്കുകൾ കാണാണ്ട് പഠിക്കുക. അതിന്റെ തത്ബീഖ് അനുസരിച്ച് യാ റഹ്മാൻ ഇർഹംനി, യാ ഗഫൂർ ഇഗ്ഫിർലി, ഇങ്ങനെ അതിന്റെ തത്ബീഖ് അനുസരിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ അതിനാണ് ഇഹ്സാ എന്ന് പറയാം. ഇഹ്സാ ചെയ്യാൻ ഒരാൾ നമ്മളെ വീട്ടുമുറ്റത്ത് വന്നു, ഭാര്യ ചോദിച്ചു, ഒരു പിരിവേരം വന്നിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? എൻ്റെ കയ്യിൽ അവിടെ 100 ഉറുപ്പ്യ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ പൈസ ഇല്ലെന്നല്ല, ആ പിരിവേറിന് കൊടുക്കാൻ 100 ഉറുപ്പ്യ ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഹ്സാ ചെയ്യേണ്ട പേര് 99 പേരാണ്, അല്ലാതെ വേറെ പേരില്ല എന്നുള്ളതല്ല. ഫമൻ അഹ്സ്വാഹാ ദഖൽ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. റഹ്മാൻ റഹീം, എന്താ റഹ്മാൻ? റഹ്മാൻ എന്നത് റഹ്മത്തിൽ നിന്നുള്ളതാണ്. റഹ്മ എന്നതിൽ നിന്നാണ് റഹ്മാൻ. ഇപ്പൊ നോക്കൂ, ഗൾബാൻ അറബി ഭാഷയിൽ അങ്ങേറ്റം ദേഷ്യം പിടിപ്പിക്കുന്നതിനാണ് ഗൾബാൻ എന്ന് പറയുന്നത്. ദേഷ്യം പിടിച്ച് തൊള്ളി തുണിയൊക്കെ പിടിച്ചു അറിയും, കാട്ടേണ്ടതൊക്കെ കാട്ടും, അങ്ങനെ മൂക്കറ്റും ദേഷ്യം പിടിക്കുന്നതിനാണ് അറബിയിൽ ഗൾബാൻ എന്ന് പറയാം. അതായത് ഫഅലാൻ വസനിലേക്ക് പറഞ്ഞാൽ ഇംതിലാഉം സാഅത്തും ഉണ്ടാവുന്നതാണ്. ഇംതിലാ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിയണം ആ ആശയം. ദേഷ്യമാണെങ്കിൽ ദേഷ്യം നിറഞ്ഞ് കവിയും. റഹ്മയാണെങ്കിലോ റഹ്മത്ത് നിറഞ്ഞ് കവിയുമ്പോഴാണ് റഹ്മാൻ എന്ന് പറയാ. ഇതിപ്പോ നമുക്ക് പരിഭാഷ കിട്ടുമോ? ആട്ടെ, 2 തരം ഡിക്ഷണറികളുണ്ട്. ഒന്ന് വാക്കർത്ഥം പറയുന്ന ഡിക്ഷണറി, മൗദു ആയ ഡിക്ഷണറി ഉണ്ട്. അതെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. റഹ്മത്ത് എന്നതിന് അർത്ഥം എന്താ കൊടുക്കുന്നറിയോ? 3 ആശയങ്ങൾ സമഞ്ജസമായി ഉൾച്ചേരുന്നതിനാണ് റഹ്മ എന്ന് പറയാം. ഒന്നെന്താണ്? അൽ ഹുസൂലു അലൽ മത്ലൂബിക്. ഞാൻ ഒരാളോട് പറയാണ്, യാ ഹബീബ് റഹിമക്കല്ലാഹ് ഇർഹംനി എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുഹൃത്തിനോട് പറയാണ് റഹിമക്കല്ലാഹ് റഹിമക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അൽ ഹുസൂലു അലൽ മത്ലൂബിക്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ തേടുന്നത്, അതല്ല സഫലമാക്കി തരട്ടെ, നിറവേറ്റി തരട്ടെ. മറ്റൊന്ന് അന്നജാതു മിൻ മഹ്ദൂരിക്, അന്നജാതു മിൻ മഹ്ദൂരിക്, നമുക്ക് വിസികളും
കാണുന്നതും കാണാത്തതും മൂർത്തവും അമൂർത്തവുമായ ഒരുപാട് ഫംഗസുകളാവട്ടെ വൈറസുകളാവട്ടെ ഒരുപാട് മഹ്ദൂറാത്തുകളുണ്ട്. എല്ലാത്തിൽ നിന്നും എനിക്ക് രക്ഷ വേണം. അപ്പൊ ഞാൻ പറയാണ് യാ റഹ്മാൻ ഇർഹംനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മഹ്ദൂറാത്തിൽ നിന്ന് രക്ഷ വേണം, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം എന്നാണ്. മൂന്നാമത്തെ ഒരാശയം അൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക, നിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ വന്ന പാപങ്ങളല്ല പുറത്തു തരട്ടെ. ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, റഹിമക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ആശയങ്ങളും ഒരുപോലെ സമഞ്ജസമായി ഉൾച്ചേരുന്നതിനാണ് റഹ്മ എന്ന് പറയുക. അത് തന്നെ അവിടെ അല്ലാഹു ഉപയോഗിച്ചത് റഹ്മാൻ എന്നാണ്. അത് അവന്റെ ദാത്തിയായ സിഫത്താണ്. റഹീം അവന്റെ ഫിഇലിയായ സിഫത്താണ്. ഇതിങ്ങനെ വലിയ വിഷയമാണ്. എന്നിട്ട് തന്നെ നബി അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് റഹ്മത്ത് പഠിപ്പിക്കുന്നത്? ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകളോട് ഒരു സ്ത്രീ ഉണ്ട്, അങ്ങോട്ട് തേരാപാര ഓടിക്കൊണ്ടേയിരിക്കുന്നു. നബി ആ സ്ത്രീയെ തന്നെ ശ്രദ്ധിച്ചു. കുറച്ചേരം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീനെ കിട്ടി ചോര കുടിക്കുന്നത്. കാരണം ബന്ദികളെ പിടിച്ച കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നു. സ്ത്രീക്ക് അവന്റെ മുല പിടിക്കുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് മാറു വേദനിക്കുകയാണ്. ഈ സ്ത്രീ ആ വേദന കൊണ്ട് ഓടുകയാണ്, കുട്ടിയെ നഷ്ടപ്പെട്ടതിലും. സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ത്രീ ഉണ്ടല്ലോ, നിങ്ങൾ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു നോക്കൂ. ആ സ്ത്രീ ഇപ്പൊ കണ്ടില്ലേ, കുട്ടീനെ കിട്ടിയപ്പോ കാട്ടുന്ന നിങ്ങൾ കണ്ടില്ലേ, ഈ ആളുകളൊക്കെ മറന്നു മാറത്തോടെ ആ കുഞ്ഞിനാണ് ചേർത്ത് പിടിച്ചു. ഈ കുഞ്ഞിനെ തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ കുഞ്ഞിനെ തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവാണ് അടിമകളോട് ഏറ്റവും കരുണ കാണിക്കുന്നവൻ ഈ ഉമ്മയേക്കാൾ. പരുന്തിൽ നിന്ന് രക്ഷ തേടാൻ തള്ളക്കുഞ്ഞ് അതിന്റെ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ സൂക്ഷിക്കുന്ന ആ ഒരു സംവിധാനമുണ്ടല്ലോ, ആ റഹ്മ യതറാഹുമുൽ ഖൽഖ്. ഒരു എന്നെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു തള്ള മാനിങ്ങനെ പോകുമ്പോൾ ബാക്കിൽ മുതല വരുന്നുണ്ട് ഈ തള്ളനെ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. തള്ള കണ്ടിട്ട് ഓടി വന്നിട്ട് കുഞ്ഞിന്റെ മുന്നിൽ നിൽക്കുകയാണ്, എന്നെ വീങ്ങിക്കോളൂ, എൻ്റെ കുട്ടിയെ വിട്ടേക്കുന്നു. കുഞ്ഞിനെ മുതല പിടിക്കുമെന്നുള്ള രംഗം വരുമ്പോൾ അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ 100 കൊടുത്തിട്ട് ഒന്നേ ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളൂ, ബാക്കി 99 അവിടെയാണത്. യതറാഹമുൽ ഖൽഖ്. അത് വെച്ചിട്ടാണ് മനുഷ്യൻ ഈ ചെയ്യുന്നത്. അവന്റെ കാരുണ്യം ചില്ലറയല്ല, അത് റഹ്മാൻ. നമ്മളിപ്പോ ഇതൊക്കെ പരിഭാഷയിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഈ വാക്കുകളൊക്കെ ഇങ്ങനെയൊന്നല്ല, ഇതിന്റെ അപ്പുറമുണ്ട്. 15-20 പേജുകളാണ് ഓരോ തഫ്സീറിലും ബിസ്മിന്റെ മാത്രം അർത്ഥം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മൾ ഈ ദീനി ചർച്ചകളിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അയാളെ പ്രസംഗം അങ്ങനെയായി ഇങ്ങനെയായി എന്നുള്ള നമ്പർ ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹിനാണ്, നിങ്ങൾ കേൾക്കേണ്ടതും അള്ളാഹുവിൻ്റെ വജ്ഹിനാണ്. മറ്റു താല്പര്യങ്ങളൊന്നും നമ്മൾക്ക് ഇനിയില്ല. നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്, അള്ളാഹുവിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മൾ ഒരു ഇൽമ പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഖതീബുൽ ബഗ്ദാദിയുടെ ഒരു പുസ്തകമുണ്ട്, ഇക്തിദാഉൽ ഇൽമി അൽ അമൽ. അതിലിങ്ങനെ കുറേ അഥറുകളാണ് അതിൽ ചേർക്കുന്നത്. ഹദീസ് വേറെ അഥർ വേറെ. സ്വഹാബത്തിന്റെ വാക്കുകൾക്കാണ് അഥർ എന്ന് പറയാം. ആ അഥറിൽ പറയാൻ സ്വഹാബാക്കൾ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ക്രോഡീകരിച്ചു കേട്ടു. അൽ ഇൽമു കുല്ലുഹു ദുനിയ. അറിവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ മരിച്ചു പോകുമ്പോൾ അതോടുകൂടി തീർന്ന ഇഹലോകത്ത് മാത്രം അവശേഷിക്കുന്ന സാധനമാണ്. അൽ ഇൽമു കുല്ലുഹു ദുനിയ. അറിവെന്ന് പറയുന്നത് ഇഹലോകത്തുള്ളതാണ്. നമ്മൾ മരണത്തിന്റെ അരിപ്പയിൽ താഴെ ചാടാൻ എന്താ ഉള്ളത്, മേലെ പൊന്തി നിൽക്കാനുള്ളതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആഖിറത്തേക്ക് പോകുന്നത് ആ ഇൽമ് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടായോ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കുറേ ഇൻഫർമേഷൻ ഉണ്ടായി, നമുക്ക് വല്ല മത്സരത്തിൽ ജയിക്കാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ അതില്ലെങ്കിൽ ആ ഇൽമ കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അത് ഞാനങ്ങ് മരിച്ചാൽ അത് മണ്ണായി തീർന്നു. എനിക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നത് ഞാൻ പഠിച്ച ഇൽമ് എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവണം. അപ്പൊ അതെനിക്ക് ഗുണം ചെയ്യും.
എന്നിട്ട് പിന്നെ ഒരു കാര്യവും പറയുന്നുണ്ട്, ലാ യതഅല്ലം, നിങ്ങൾ പഠിക്കരുത്, ലിതുബാഹു ബിഹി അൽ ഉലമ, ആലിമീങ്ങളോട് മാത്സര്യം കാണിക്കാൻ തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിക്കാൻ പോകരുത്. ഇൽമു അല്ലാഹുവിന്റെ നൂറാണ്, അത് ഈമാൻ ഉണ്ടാവേണ്ട ഒരു തുടക്കമാണത്, അത് തർക്കത്തിനുള്ളതല്ല. വലാ തുഖയ്യലു അൽ മജാലിസ്, ഒരു മജ്ലിസ് എന്നിട്ട് ആളാകാൻ വേണ്ടിയിട്ടും പഠിക്കരുത്. വലിതുമാറു ബിഹി അസ്സുഫഹ, വിഡ്ഢികളോട്, വിവരമില്ലാത്തവരോട് മാത്സര്യം കാണിക്കാൻ അതിലും പഠിക്കരുത്. പഠിക്കേണ്ടത് ബിവജ്ഹില്ല, ബിവജ്ഹില്ല, അതിനായിരിക്കണം പഠിക്കേണ്ടത് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഖുർആനിനെ ആയത്തിൽ പഠിക്കേണ്ടതാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. അത് രണ്ടും പഠിക്കേണ്ടത്, പകർത്തേണ്ടത് ഈ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. മറ്റൊരു താല്പര്യം ഉണ്ടായിക്കൂടാ. നമ്മൾ ഈ സംവാദത്തിനും തർക്കത്തിനും തന്നെ ഇപ്പൊ ഇവിടുത്തെ നിങ്ങളുടെ പരിപാടിയെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പൊ ഇവിടെ തന്നെ ജബ്ബാർ മാഷി ഈ വേദിയിൽ വന്ന ഒരാളാണ്. ഞാൻ യുക്തിവാദിയായിരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പല, എനിക്ക് തോന്നി ഇന്ന് പിന്നെ യുക്തിവാദികൾ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ പല മുസ്ലിം പണ്ഡിതന്മാരോട് സംവാദം നടത്തിയത് ഒരു പക്ഷെ ഞാനായിരിക്കും. സംവാദത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കേണ്ട സംഗതി എന്താണെന്നറിയോ? അതുകൊണ്ട് യുക്തിവാദിക്കാണോ ഗുണം, ഇസ്ലാമിനാണോ ഗുണം ആലോചിക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് യുക്തിവാദി മീറ്റിങ്ങുകൾ വന്നാൽ യുക്തിവാദികൾ മാത്രം ഉണ്ടാവും, പ്രസംഗിക്കുന്നവരുടെ എണ്ണം കൂടുതൽ, ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവർ യുക്തിവാദികൾ, പറയുന്നത് യുക്തിവാദം, കേൾക്കുന്നത് യുക്തിവാദത്തോടാണല്ലോ പറയുന്നത്. അപ്പൊ യുക്തിവാദികളോട് യുക്തിവാദം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കതിൻ്റെ പരിഹാരമാണ് സംവാദത്തിന് പോവാം. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും ക്രിസ്തീയ പാതിരിമാരെയോ അച്ഛന്മാരെയോ വിളിച്ചാൽ, ഓ ബൈബിൾ 4 ആൾ കൂടി എഴുതിയതല്ലേ, അതിൽ ചിലപ്പോൾ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കുരുമുളകിന് എന്നാ വിലയാ, അത് വാങ്ങി എടുത്തു വെച്ചാൽ തിരക്കടില്ല, നമുക്കത് മറച്ചു വെക്കാൻ പറ്റും, നമുക്കത് ചർച്ച ചെയ്യാമെന്നാ ഒരു പറയാം. സ്വാമിജിയെ വിളിക്കാൻ വേണ്ടി പോയി. സ്വാമിജി എന്താ പറയാ? നിങ്ങളാകെ സിംഹവാലം കുരങ്ങിൻ്റെ അത്രയേ ഉള്ളൂ യുക്തിവാദികൾ, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ആളാകണ്ട, ഞങ്ങളുടെ മജ്‌ലിസിൽ ആളുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ആളുണ്ടാക്കാൻ പിന്നെ ക്രെഡിറ്റ് ഉണ്ടാക്കാനോ ഉദ്ദേശമെങ്കിൽ ഞങ്ങളില്ല. സ്വാമിജി പറഞ്ഞു. മുസ്ലിങ്ങൾ അങ്ങനല്ല, എവിടെങ്കിലും കേൾക്കുമ്പോഴൊക്കെ ചാടി വീണ് അതിന് മറുപടി പറയാൻ വരും. ഒരു വേദിയിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എറണാകുളത്ത് ദക്ഷിണ കേരള സംഘടിപ്പിച്ച ഒരു സംവാദ വേദിയിൽ എന്നെ വിളിച്ചു, ഞാൻ പോയി. സംവാദ വേദിയിൽ ഇപ്പുറത്ത് ഞാനാണ്, അപ്പുറത്ത് വലിയൊരു ആലിമാണ് ഇരിക്കുന്നത്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, അയാൾ മരിച്ചുപോയി. വലിയൊരു ആലിമാണ്. മതവും ധാർമ്മികതവും എന്ന് വെക്കുന്നത് ഇസ്ലാമും ധാർമ്മികതയും എന്ന് വെച്ചു. വിഷയം വെച്ചുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് വിഷയം വെച്ചു. വിഷയത്തിൽ സ്വാഗതം പറഞ്ഞത് പള്ളിൻ്റെ സെക്രട്ടറിയാണ്, അധ്യക്ഷൻ പള്ളിൻ്റെ പ്രസിഡന്റാണ്. ടോസ് വീണത് യുക്തിവാദിയായ ഒരാൾക്ക് എനിക്ക് വീണു. ഞാൻ എൻ്റെ രീതിയിൽ ഇസ്ലാമിനെ എത്രത്തോളം വഷളാക്കി സംസാരിക്കാൻ പറ്റുമോ അത്രയും പറഞ്ഞു. ഈ ഇരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ പങ്കെടുക്കുന്നത് കൊണ്ട് ആ മഹലിലുള്ളവരും അയാൾക്ക് അനുഭവമുള്ളവരൊക്കെ ഈ സദസ്സിൽ വന്നു. യുക്തിവാദികൾ വളരെ കുറഞ്ഞ പേര്. യുക്തിവാദത്തിൻ്റെ ആശയം ആദ്യമായി ആ സമൂഹത്തിൽ കേൾക്കുകയാണ്. അവിടെ ചില ആളുകൾക്കെങ്കിലും വസുവാസ് ഉണ്ടാക്കാൻ അത് കാരണമായി. അയാളുടെ തപ്പല് കണ്ടിട്ട്, രണ്ടാമത്തെ തപ്പല് കണ്ടിട്ട് എനിക്ക് അയാളോട് സഹതാപം തോന്നുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അയാൾ സംസാരിക്കാൻ അവസരം തരുന്നു. അപ്പം ഞാൻ അയാളെ സാധ്യങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് സംസാരിക്കും. ഞാൻ പറഞ്ഞു, ഈ സംവാദം കൊണ്ട് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക? നിങ്ങൾ പറയും. സാധാരണ ജനങ്ങൾക്ക് വസ്വാസ് ഉണ്ടാക്കാൻ ഇത് ധാരാളം മതി. ഈ നടന്ന 3.5 മണിക്കൂർ സംവാദം ഈ ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കാൻ ധാരാളം ഈ സംഭവം മതി. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനിയുടെ ചെറിയൊരു റിസാലയുണ്ട്. ഉസ്താദ് അതൊന്ന് വായിക്കണം. അത് ഉസൂലു സുന്ന എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, തർക്കുൽ ജിദാലി വൽ മിറാഅത്തി വൽ ഖുസൂമാത്ത്, ഇതുപോലെ യുക്തിവാദികളോട്, നിരീശ്വരന്മാരോട് സംവാദത്തിന് പോകരുത്. പോയാൽ നിങ്ങൾക്ക് സമയം തുല്യം, അവർക്കും സമയം തുല്യം. ഇങ്ങനെ വന്നാൽ സാധാരണ ജനങ്ങളുടെ ഈമാനിനെ അത് ബാധിക്കും.
നിങ്ങൾക്കൊരു യുക്തിവാദിന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ താല്പര്യമുണ്ടോ? ഒരു യുക്തിവാദിയോട്, ഒരു നിരീശ്വരവാദിയോട് ഇസ്ലാമിലേക്ക് അവന്റെ തെറ്റിദ്ധാരണ നിർത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുക. മറ്റു വസ്വാസില്ലാത്ത ഒരാ കൂട്ടത്ത് കൂട്ടരുത്. അവനോട് മാത്രം നേരിട്ട് ചെന്ന് ഇസ്ലാമിന്റെ കാര്യം പറയാവുന്നതാണ്. ഒരു വേദി ഒരുക്കി അങ്ങനെ സംവാദം നടത്തിയാൽ നേട്ടമുണ്ടാകുന്നതാർക്ക്, കോട്ടമുണ്ടാകുന്നതാർക്ക് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഖവാരിജിയാക്കളുടെ അടുത്തേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംവാദത്തിന് പറഞ്ഞേക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആരെയാ പറഞ്ഞേക്കുന്നത് നോക്കണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? തർജുമാനുൽ ഖുർആൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ തലയിൽ നബി കുഞ്ഞാകുമ്പോ തന്നെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംവാദത്തിന് പോകുമ്പോൾ പറയാണ് അലി റളിയല്ലാഹു അൻഹു, നീ ഖുർആൻ ഓതിയിട്ട് സംവാദം ചെയ്യാൻ പാടില്ല. ഖുർആൻ ദൂ വുജൂഹ്, ഖുർആൻ അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും. യദല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് കുറെ ആൾക്കാർ നന്നാവും, കുറെ ആൾക്കാർ മോശമായി പോകും. അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് പറഞ്ഞുകൂടാ. നീ ആദ്യം പറയേണ്ടത് അക്കൽ ഉപയോഗിച്ചുകൊണ്ട് പറയണം. ഇങ്ങനെ വളരെ, എന്നിട്ടോ ഈ 6000 ആളിൽ നിന്ന് ഒരു നമ്മുടെ വിശ്വാസികളായ ഒരാളത് കേൾക്കാൻ ഇടവരരുത്. അവർ മാത്രമായിരിക്കണം ആ വേദിയിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ നോക്കും, നമ്മുടെ വെള്ളിയാഴ്ച പള്ളികളിൽ യുക്തിവാദികളെ പേര് പറയും. ഇപ്പം ഞാൻ യുക്തിവാദിയായിരുന്നു, എൻ്റെ പേരിൽ കുറേ മൗലവിമാർ ഞാൻ യുക്തിവാദിക്ക് മറുപടി പറയാന്നുള്ള പേരിൽ എൻ്റെ പേരും എൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് പറയും. ഇവർ കയ്യിൽ നിന്ന് മൊബൈലുണ്ട്, അവർ വീട്ടിൽ ചെന്ന് നോക്കൂലേ? യൂട്യൂബ് ഒരു വരുമാന മാർഗമല്ലേ? അതുപോലും തിരിച്ചറിയാത്ത ആളുകളാണ് നമ്മളാളുകൾ. അവർക്ക് നോക്കൂ, എന്തിനേറെ ഒരു അംഗീകാരമില്ലാത്ത, ഒരു വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാം മത വിമർശനത്തിന്റെ പേരിലാണ് ഇന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫോളോവേഴ്സുകൾ ആരാണ്? അതിന് മറുപടി പറയാൻ കമന്റ് ഇടാൻ പോകുന്നവരാരാണ്? നമ്മളാണ്. ഇവർ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യുന്നത്? വീണ്ടും ഇസ്ലാം മതം വിമർശിച്ചുകൊണ്ട് നടക്കുകയാണ്. മുഖ്മാഫി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സമൂഹം വേറെ ഉണ്ടാകുമോ? നിങ്ങൾ നോക്കൂ, ഖുർആൻ ജിദാൽ ഉപയോഗിച്ചത് എവിടെയാണ്? അധികവും മോശമായ സ്ഥലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിദാൽ, അഹ്സനുൽ ജിദാൽ അതുണ്ട്. അത് ഈ രീതിയിലല്ല, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് യുക്തിവാദം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അതെന്താ കാരണം? ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മുടെ പെൺമക്കൾ അധികവും മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം യുക്തിവാദികളുടെ കൂടുതലുള്ളത്. എന്തേ കാരണം? നമ്മുടെ മക്കൾക്ക് ഇതാണ് നേരം. ഫുൾ ടൈം ഇവർക്ക് ഇങ്ങനെ യുക്തിവാദി പ്രസംഗങ്ങൾ കേൾക്കുക, അത് താഴെ കമന്റ് ചെയ്ത്. ആദ്യമൊക്കെ അവരെ യുക്തിവാദികൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് തിരുത്താൻ പോവാണ്. തിരുത്താൻ പോയി പിന്നെ നമ്മുടെ ഈമാനാണ് ചോർന്നു പോകുന്നതെന്ന്. ആവശ്യമുള്ളത് കേട്ടാലും ആവശ്യമുള്ളതല്ലേ ചെയ്യേണ്ടതുള്ളൂ. അതിന് നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ദഅവത്ത് രീതിയിൽ കുറെ കുഴപ്പങ്ങളുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള ഒരു വേദിയിൽ ഒരു യുക്തിവാദി പോലും ഇല്ല. നമ്മൾ കുറെ യുക്തിവാദി ആശയം പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? ഒരു കാര്യമില്ലല്ലോ. ഇസ്ലാമിനെ സമഗ്രമായി സമ്പൂർണമായി അവതരിപ്പിക്കുകയാണ് വേണ്ടത്. സമഗ്രമായി അവതരിപ്പിക്കാതെ അവിടെ കടിച്ച് ഇവിടെ കടിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇബ്ലീസ് ഓരോരുത്തരെയും വഴിവെപ്പിക്കാൻ പിന്നാലെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മളും കൂടി ഒരു എഴുതി വെച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് ഇവിടെ നമ്മൾ ഇസ്ലാം ഇന്ന് ലോകത്തൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കമല്ല. ലോകത്തൊക്കെ ഇസ്ലാമിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഫാസിസ്റ്റുകൾ, കാസക്കാർ, യുക്തിവാദികൾ, നിരീശ്വരന്മാർ, മുൽഹിദുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഭാഗമുണ്ട്. ഒരാൾ കുറച്ചു കാലം മുസ്ലിങ്ങളായിട്ട് നിന്ന് ഇസ്ലാം മതം അങ്ങോട്ട് വിട്ടുപോയാൽ പിന്നെ ഇസ്ലാമിന്റെ ശത്രുവാകുകയാണ്. ഇസ്ലാമിനെ വിമർശിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിനെ ആദ്യകാലത്ത് വിമർശനം കവിഞ്ഞിട്ട് ഇസ്ലാമിനെ വെറുപ്പുൽപാദിപ്പിക്കുകയാണ്. ഞാനും ചെയ്താൽ തന്നെയാണ്. അന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്താ കാരണം? നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഞാനൊന്ന് യുക്തിവാദിയായി പോയാൽ നമ്മളെ വീട്ടുകാരെന്താ പറയാ? ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂല എന്ന് പറയും. നമ്മളെ ഒരുപാട് ബഹിഷ്കരണങ്ങളും പ്രശ്നങ്ങളും നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഓരോ കൂടെ ചേർന്ന് നിൽക്കും. അത് ആരായിരിക്കും? ഇവിടത്തെ ഫാസിസ്റ്റുകളാണ്. അവര് നമ്മളുപയോഗിച്ച് മുസ്ലിം പേരുള്ള ഒരാൾ ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ ഹൈക്കപ്പെടാൻ എളുപ്പമുണ്ട്. അവർക്ക് പല ജാതികളായി
പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്ന ആളുകൾക്ക് മുസ്ലിം പേരുള്ള ആൾ ഇസ്ലാമിനെ തന്നെ വിമർശിച്ചാൽ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ആളുകൾക്ക് സ്വീകാര്യത തോന്നും. അങ്ങനെയാണോ നമ്മൾ പൊതു ശത്രുവിനെ നേരിടുന്നത് പോലെ മുസ്ലിങ്ങളെ പേടിക്കണം, ഈ താടിയുള്ളവരെ പേടിക്കണം, അങ്ങനെ ഒരു പേടി ഓരോരോ ഫോബിക് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ശരി തന്നെയാണ്, ഇതെല്ലാം നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹു അത് നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മളെ മാറ്റിയിട്ട് വേറൊരു സമൂഹത്തെ കൊണ്ടുവരും, തർക്കമൊന്നുമില്ല. ഈജിപ്ത് ഒരു കാലഘട്ടത്തിൽ തീർത്തും അവിടുത്തെ ലൈബ്രറികൾ തീയിട്ട് നശിപ്പിച്ചു, മുസ്ലിങ്ങളെ നിഷ്ഠൂരമായി ഇല്ലാണ്ടാക്കി. എന്നിട്ട് പിന്നെ ഈജിപ്ത് എന്തായി? നമ്മൾ ഇന്ന് പറയുന്ന താർത്താരികളാവട്ടെ മംഗോളിയരാവട്ടെ അവരുടെ ചരിത്രം പഠിച്ചു വെച്ച് നോക്കൂ. അവര് പിന്നെ ഇസ്ലാം മതത്തിലേക്ക് വരികയാണ്. അങ്ങനെയല്ല തുർക്കിയിൽ ഇസ്ലാം വരുന്നത്, നമ്മുടെ ഇന്ത്യയിലൊക്കെ വരുന്നത്. അവര് പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, ഇസ്ലാം മതത്തിലേക്ക് വരുന്നു. റഷ്യന്റെ ആയിരുന്നു 75 വർഷക്കാലം ഇസ്ലാമിന്റെ ഷിആറ് പോലും അവിടെ അനുവദിച്ചിട്ടില്ലായിരുന്നു. അറബി ഭാഷ, ഇസ്ലാമിക വസ്ത്രധാരണ ഒന്നും പറ്റൂലായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ബ്രിട്ടൻ ഇസ്ലാമിനെ ഏറ്റവും മോശമായി ദിവസം പ്രതി പ്രവാചകനെ മോശമായ പുസ്തകങ്ങൾ എഴുതി വിമർശിച്ചിരുന്ന ബ്രിട്ടൻ അടുത്ത ഭാവി ബ്രിട്ടൻ്റെത് ഇസ്ലാമിക രാജ്യമാകുമോ എന്നാണ് ബുദ്ധിയുള്ളവർ വിലയിരുത്തുന്നത്. പണ്ട് മുതലേ ദഅവാ രംഗത്ത് നമ്മൾ കേൾക്കുന്ന ഒരായത്തുണ്ട്. എന്താണ്? യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹ്. യുരീദൂൻ, അവരുദ്ദേശിക്കുന്നത്. ആരാണ് ഈ അവർ? ഇസ്ലാമിനെ വെറുപ്പുൽപാദിപ്പിക്കുന്നവർ, ഇസ്ലാമിനെ നഖശികാന്തം എതിർക്കുന്നവർ, അറിവില്ലാതെ ആക്ഷേപിക്കുന്നവർ. യുരീദൂൻ, അവരുദ്ദേശിക്കുന്നു. യുത്ഫിഊ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ. എങ്ങനെ? ബിഅഫ്വാഹിഹിം എന്ന് പറഞ്ഞാൽ അവരെ വായ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബിഅഖ്വാലിൽ ഫാസിദ. അങ്ങനെയാണ് ജലാലിന്റെ അർത്ഥം പറഞ്ഞത്. ബിഅഖ്വാലിൽ ഫാസിദ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി, നന്മയും തിന്മയും കൂട്ടിക്കലർത്തി അസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഈ വിഭാഗം, അവരങ്ങനെയാണ് ഇസ്ലാമിനെ ഒതുക്കിയെടുത്താൻ നോക്കുന്നത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ സാക്ഷാത്കരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, ഈ ഇസ്ലാമിനെ വെറുപ്പുൽപാദിപ്പിക്കുന്നവർക്ക്, ഈ കാഫിറുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അത് അള്ളാഹുവിന്റെ നൂറാണ്, അള്ളാഹുവിന്റെ ദീനാണ്, അവൻ അത് സാക്ഷാത്കരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിനെ സമഗ്രമായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം. ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മള് സമയം കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയം കൊണ്ടുള്ള അമലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്പൊ നോക്കൂ, അമലുകളെ രണ്ടായിട്ട് വേർതിരിച്ചാൽ ബാത്തിനിയായ അമലുണ്ട്, ലാഹിരിയായ അമലുണ്ട്, ഹഖീഖിയുണ്ട്, സൂറയുണ്ട്. ഇപ്പൊ നിസ്കാരത്തിന്റെ ബാഹ്യവശം എന്താണ്? നമുക്കറിയാം. വുളു എടുക്കുക, സുജൂദ് ചെയ്യുക, റുക്കൂ, തക്ബീർ, ഇതൊക്കെ എല്ലാവർക്കും നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. വമാ ലുബ്ബുഹാ വജൗഹറുഹാ, അതിന്റെ ലുബ്ബ് എന്താണ്? അതിന്റെ അകക്കാം എന്താണ്? അൽ ഖുശൂ'. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂ നോക്കിയാൽ കാണൂല, അത് ഹൃദയത്തിന്റെ അമലാണ്. നോമ്പിന്റെ ബാഹ്യ മുഫക്കിറാത്ത് നമുക്കൊക്കെ അറിയാം. അത്തായം ഒന്നിച്ച് കഴിക്കാം, ഇതൊക്കെ നമുക്കൊക്കെ അങ്ങോട്ടോട്ട് അറിയാം. അതിന്റെ ലുബ്ബ് എന്താണ്? തഖ്വല്ലാഹ്, തഖ്വയാണ്. തഖ്വ നോക്കിയാലൊന്നും കാണൂല. ഹജ്ജിന്റെ ബാഹ്യരൂപം നമുക്കൊക്കെ അറിയാം. സഫ, മർവ, തവാഫ്, റംയ്, റംല്, ഇതൊക്കെ നമുക്കൊക്കെ പ്രത്യക്ഷത്തിൽ അറിയാം. വമാ ലുബ്ബുഹാ വജൗഹറുഹാ തഅ്ളീമു ശആഇരില്ലാഹ്. തഅ്ളീം നോക്കിയാൽ കാണൂല, അത് ഹൃദയത്തിന്റെ അമലാണ്. അഅ്മാലുൽ ഖുലൂബ്. എന്തിനേറെ നമ്മൾ ആകെ പഠിക്കുന്നത് ദുആഇനെ കുറിച്ച് പറയുന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്നാണ്. അതിന്റെ ബാഹ്യവശം എന്താണ്? കൈകൾ ഉയർത്തുക, ഹംദും സ്വലാത്തും ചെല്ലുക, ഖുർആനിൽ വന്ന ലഫ്ളുകളാണെങ്കിൽ അങ്ങനെ തന്നെ ചെല്ലുക, മാറ്റം തിരുത്താതെ ചെല്ലുക, അതൊക്കെ നമുക്കറിയാം. അതിന്റെ ലുബ്ബ് എന്താണ്? ഇജ്ലാലുല്ലാഹ്, ഇഫ്തിഖാർ. അത് നോക്കിയാൽ കാണൂല.
ദിക്ർ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മഖറജ് ഒപ്പിച്ച് വളരെ കണ്ടീഷനായിട്ട് ചൊല്ലി ഒക്കെ ശരി തന്നെയാണ്. അതിൻ്റെ എണ്ണം വളരെ കറക്റ്റാണ്, ഇതൊക്കെ ശരിയാണ്. അതിൻ്റെ ആന്തരികം നമ്മളിങ്ങനെ ഇങ്ങനെ ചൊല്ലിയിട്ട് എന്താ കാര്യം? ഹൃദയത്തിൽ നിന്ന് അത് ഇങ്ങോട്ട് വരണം. അതിൻ്റെ ഇജ്ലാല്, അതിൻ്റെ ഹുബ്ബ് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ നമ്മുടെ ഒന്നുകൂടി പറയാം. ഇസ്ലാമിൽ 2 തരം ഇബാദത്തുകളുണ്ട്. ഒന്ന് കൽബും കാലബും അള്ളാഹുലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന് നമസ്കാരം, തക്ബീർ കെട്ടിയ സലാം കിട്ടുന്നത് വരെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. അതിന് വേറെ സൃഷ്ടികൾക്കും പങ്കില്ല. അള്ളാഹിനോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനോട് നമ്മൾ പറയുന്നു, അള്ളാഹ് കേൾക്കുന്നു, മറുപടി തരുന്നു. ഇത് മുനാജാത്താണ്. കൽബും കാലബും പ്രത്യക്ഷവും പരോക്ഷവും അള്ളാഹുലേക്കാണ്. ഇങ്ങനൊരു കർമ്മങ്ങളുണ്ട്. വേറെ ചില കർമ്മങ്ങളുണ്ട്. കൽബ് അള്ളാഹുലേക്കാണ്, കാലബ് സൃഷ്ടികളിലേക്കാണ്. ഉദാഹരണം, മാതാപിതാക്കളോട് ഗുണം ചെയ്യാം. ബിർറുൽ വാലിദൈൻ. ഇപ്പൊ നമ്മുടെ ഉമ്മാക്ക് സുഖമല്ല, ഉമ്മാക്ക് ഭക്ഷണം വാരിക്കൊടുത്തു, ഉമ്മാക്ക് നമ്മൾ മസാജ് ചെയ്തു കൊടുത്തു, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മാക്ക് ഭക്ഷണം വാരിക്കൊടുത്താൽ ഉമ്മാന്റെ വയറ് നിറയും. മരുന്ന് തേച്ചാൽ ഉമ്മാക്ക് രോഗം ശമനമാവാൻ സാധ്യതയുണ്ട്. ഉമ്മാക്ക് തലോടിയാൽ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ഗുണം കിട്ടും. പക്ഷെ അത് ചെയ്യുന്നത് എന്തിന്? അയാൾ എന്താ വിചാരിക്കുക, ഇവൻ എന്താ പറയാ? അതല്ല, അള്ളാഹുവിന്റെ വജ്ഹിനാണ് ആ ചെയ്യുന്നത്. നമ്മുടെ അയൽവാസിക്ക് നമ്മളൊരു വീട് വെച്ചു കൊടുത്തു, നമ്മൾ അയൽവാസിക്ക് നമ്മളൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. എന്തിനാണ് നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തത്? ആരൊന്നും പറയാൻ പറ്റില്ല. മുൻകതുകൊണ്ട് ഗുണം കിട്ടും. വീട് വെച്ചു കൊടുത്താൽ മഴയും വെയിലിൽ നിന്നും സംരക്ഷണം കിട്ടും. ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ വിഷപ്പടങ്ങും. മരുന്ന് വാങ്ങിക്കൊടുത്താൽ രോഗം ശമനമുണ്ടാകും. അത് തേട്ടം, അതിന്റെ ഉദ്ദേശം വിവജ്ഹില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ. നമ്മളൊരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ്റെ പ്രത്യുപകാരമോ നന്ദി വാക്കോ പ്രതീക്ഷിച്ചാൽ ഒരു ഫായിദയില്ല. എന്തിനേറെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് പോലും ഇങ്ങനെ ജസാക്കുമുല്ലാഹ് ഖൈർ അല്ലെങ്കിൽ മബ്റൂക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പറഞ്ഞു പോലെ അപ്പം തന്നെ തിരിച്ചുത്തരം പറഞ്ഞിട്ടേ ഒരു പോരൂ. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ഒരു പ്രാർത്ഥന ലക്ഷ്യം വെച്ചിട്ട് ഒരഗതിക്ക് ഭക്ഷണം കൊടുത്തു. മൂലേരുട്ടിയൊക്കെ ഭക്ഷണം കൊടുത്ത ഒരു ദ്വാരക്കുമല്ലോ, ഒരു എത്തിങ്ങാനിക്ക് ഭക്ഷണം കൊടുത്തു. ഓരോ പ്രാർത്ഥന കിട്ടട്ടെ എന്ന് വിചാരിച്ചാലും നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ഇപ്പൊ ഭക്ഷണം കൊടുത്തത്. നിങ്ങൾ വിചാരിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹാണ്. അതിനെതിരപ്പ ചെയ്തത് ഒരു പ്രാർത്ഥിക്കൽ കടമ, ഓരോ കടമയാണ്. ഓരത് ചെയ്തോളൂ. ഭക്ഷണം തന്നവർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് കൊടുത്തുകൂടാ. നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ്? അള്ളാഹുവിന്റെ വജ്ഹ്, അവന്റെ അറിയുന്ന അവന്റെ പൊരുത്തം മാത്രമാണ്. ഞാൻ ഇത് ഇന്നോടാട്ടോ ഈ പറഞ്ഞതൊക്കെ, നിങ്ങളോടല്ല. നമ്മൾ കുറേ കാലം മതമില്ലാത്ത ഒരാൾ ഇപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വലിയ ദീനു പറയല്ല, എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് യുക്തിവാദത്തെ നമ്മളൊരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടായാൽ, ഈമാൻ അങ്ങോട്ട് ഉറച്ചങ്ങ് പോയാൽ നമ്മൾ വിജയിച്ചു പോയി. അല്ലാതെ മറ്റു കുറേ അറിവുണ്ടാക്കി അവരെ നേരിടാം, ഇവരുടെ നേരിടാം, അതിനൊന്നും നമ്മൾ മനക്കെടേണ്ടതില്ല. നമ്മൾ അറിവുണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ പോകും. കുറേ അറിവുണ്ടായത് കൊണ്ടൊന്നും ഇത് കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ള അറിവ് നമ്മളെ ജീവിതത്തിൽ സ്വായത്തമാക്കുക. നമ്മൾ ആദ്യം എടുപ്പിപ്പെടുത്ത ഈ പദ്ധതി ഖുർആനിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. സ്വഹാബത്ത് 40ഉം 50ഉം വയസ്സിലാണ് ഖുർആൻ പഠിച്ചത്. മറ്റു രാജ്യത്തേക്ക് ഇസ്ലാം പോയപ്പോൾ അവർക്ക് 40ഉം 50ഉം വയസ്സുള്ളവർ ഇസ്ലാമിലേക്ക് വന്നു. അവർ അറബി ഭാഷ പഠിച്ചു. ഈ 50ാമത്തെ വയസ്സിൽ 60ാമത്തെ വയസ്സിലൊക്കെ എങ്ങോട്ട് പഠിക്കാനാന്നാ ചിന്തിക്കരുത്. അവർ ആ പ്രായത്തിലാണ് പഠിക്കാൻ മനസ്സ് വെച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഒരു വഴി തുറന്നിട്ടു. അല്ലാഹു അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. അതാണ് ഞാൻ തുടക്കത്തിൽ പ്രാർത്ഥിച്ചത്. അള്ളാഹുവിൻ്റെ ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വാഖിർ കലാമി ഹാദാ. അസ്സലാമു അലൈക്കും.